പ്രിയമുള്ള സുഹൃത്തെ, ജനുവരി 9 എ ജബ്ബാർ എം എഫ് അക്ബർ ആ സംവാദത്തിൻ്റെ അലിയൊലികൾ ഈ ഫെബ്രുവരി മാസത്തിലും അവസാനിച്ചിട്ടില്ല. ആ സംവാദം മുസ്ലിങ്ങളിൽ ഏൽപ്പിച്ച ആഘാതം, അപ്പോളജിസ്റ്റുകൾ, ഭയം, ഉത്കണ്ഠ, നിരാശ, അതൊക്കെ കാരണം ഇസ്ലാമിക പണ്ഡിതന്മാർ നിരന്തരം യൂട്യൂബിൽ അണിനിരന്നുകൊണ്ട് തന്നെ ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ആ സംവാദത്തിലെ മുഖ്യ തർക്ക വിഷയം പുതിയതായി കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്. ഇന്നത്തെ ആളുകൾക്ക് അറിയാവുന്നത് പണ്ടേ കാലങ്ങളിൽ നബിയുടെ കാലഘട്ടത്തിൽ അറിയാതിരുന്ന ഒരു ശാസ്ത്ര സത്യം ഖുർആനിലുണ്ടോ എന്നുള്ളതാണ്. ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ കൊണ്ടുവന്നത് ഖുർആനിലെ സൂറത്ത് നൂർ 24-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യം. ആഴക്കടലിൽ ഇരുട്ടുകളുണ്ടെന്നും അതിനെ പൊതിയുന്ന തിരമാലകളുണ്ടെന്നും ഇത് ഇപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയതാണ്. അത് അന്ന് നബിക്ക് പോലും അറിയാത്ത ഒരു കാര്യമായിരുന്നു അത്. അതുകൊണ്ട് ഞാൻ ഈ സംവാദത്തിൽ ജയിച്ചിരിക്കുന്നു, വിജയഭേരി മുഴക്കിക്കൊണ്ട്. ഇത് അക്ബർ പുതുതായി കൊണ്ടുവന്നതൊന്നുമല്ല. 10-12 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം വാദമുഖങ്ങൾ, സിന്ധാനി തുടങ്ങിയുള്ള ആളുകൾ എന്തായാലും ആ ഒരു സംവാദം വരുത്തിവെച്ച ആഘാതം ചില്ലറയൊന്നുമല്ല. അങ്ങനെ ഇതിനെതിരെ വരുന്ന അപ്പോളജിസ്റ്റുകളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന്, ഖുർആൻ എന്താണ് ഉദ്ദേശിച്ചത് അതിൻ്റെ രീതിയിലും മട്ടിലും പറയുക, വ്യാഖ്യാനിച്ച് മോശപ്പെടുത്തി ആളുകളെ വിശ്വാസത്തിൽ ചേർക്കേണ്ടത് ആവശ്യമില്ല എന്ന് കരുതുന്ന ഒരു കൂട്ടം ആളുകൾ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. മറ്റൊന്ന്, വയറ്റുപിഴപ്പിനു വേണ്ടി കാലാകാലങ്ങളിൽ ഇതിനെ ദുർവ്യാഖ്യാനിച്ച് ആളെ പിടിച്ചു നിർത്താൻ എന്ന ധാരണയിൽ, അങ്ങനെ അല്ല, ഇതില്ലെങ്കിലും ആളുകൾ വിശ്വസിക്കുന്നുണ്ട്, അക്കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. ഇത് ചതിയന്മാരാണ്, വഞ്ചകന്മാരാണ്, കള്ളന്മാരാണ്, കൊള്ളക്കാരാണ്. ഇത് പറയാതിരിക്കാനാവില്ല. കാരണം ഇല്ലാത്തത് ഉണ്ടാക്കി പറയുക എന്നുള്ളത്. അക്കൂട്ടത്തിൽ ഒരാളാണ് അലിയാദ് ഉസ്താദ്. ഈ അലിയാദ് ഉസ്താദന്മാരെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരു കഥാപാത്രത്തെ, ഒരു നോവലിലെ കഥാപാത്രത്തെ നമുക്കൊന്ന് ചെറുതായി പരിചയപ്പെടാം. ഡോൺ കിക്സോട്ട് എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. മിഖേൽ ഡി സാർവെൻഡ്രെ എന്ന നോവലിസ്റ്റ് 1605 പ്രസിദ്ധീകരിച്ച ഒരു നോവൽ, അതിൽ ഈ ഡോൺ കിക്സോട്ടിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇദ്ദേഹം ഡോൺ കിക്സോട്ട്, അയാളുടെ യഥാർത്ഥ പേര് അലോൺസോ കിക്സാനോ എന്നാണ്. അയാൾ ഈ ചിവാർലിക് റൊമാൻസസ്, അതായത് ധീരകൃത്യങ്ങൾ, യോദ്ധാക്കളുടെ ധീരകൃത്യങ്ങളൊക്കെ വായിച്ച് താനൊരു ധീരയോദ്ധാവ് അത് തെറ്റിദ്ധരിക്കും. അതിലൂടെ അയാൾ സ്വയബോധം നഷ്ടപ്പെട്ട് മറ്റൊരു ജീവിത ലോകത്തേക്ക്, ഒരു സാങ്കല്പിക ലോകത്തേക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളത്. യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാതെ താൻ മറ്റെന്തോ ആണ്, ഒരു നൈറ്റ് എറൻറ്റ്, തെറ്റായ ഒരു ധീരയോദ്ധാവെന്ന് ധരിച്ചുകൊണ്ടാണ്. അയാളുടെ ഒരുപാട് ചെയ്തികൾ വളരെ രസമവഹമാണ്. സാങ്കോപെൻസ എന്നൊരു കൂട്ടാളിയെ കൂടെ, ഒരു കർഷകനെ കൂടെ അദ്ദേഹം കൂട്ടായിട്ട്, കുതിര, വാള്, തൊപ്പി, ഇദ്ദേഹം ഒരു തൊപ്പി നിർമ്മിക്കുന്നുണ്ട്. നൈറ്റ് ആവുമ്പോൾ, ധീരയോദ്ധാവുമ്പോൾ തൊപ്പി വേണമല്ലോ. അതുകൊണ്ടായിരിക്കാം ഈ മതപുരോഹിതരൊക്കെ തൊപ്പിയോ അല്ലെങ്കിൽ തലപ്പാവോ ഒക്കെ ധരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. പോട്ടെ, ഒരു തൊപ്പി ഉണ്ടാക്കിയിട്ട് അത് പരീക്ഷിക്കാനായിട്ട് തൻ്റെ വാളെടുത്ത് ആ തൊപ്പിയിൽ ആഞ്ഞു വെട്ടുകയാണ്. ഛന്ന ഭിന്നമായി പോവുകയാണ് തൊപ്പി. അത്തരത്തിൽ ധീരകൃത്യമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന മണ്ടത്തരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തക വായനയിൽ നിന്നാണ് കിട്ടിയത്. അതുപോലെ എന്നാണ് ഖുർആൻ എന്ന ചിറാലിക് റൊമാൻസസ് വായിച്ചുകൊണ്ട് മറ്റൊരു ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ് ഇന്നു കാണുന്ന മുസ്ലിം അപ്പോളജിസ്റ്റുകളിൽ ഭൂരിഭാഗം. റഹ്മത്തുള്ള ഖാസിമി, സിംസാർ അൽ ഹഖ് ഹുദവി, കബീർ ബാക്കഫി,
നമ്മൾ ഈ പറയുന്ന അലിയാർ ഉസ്താദ്, MM അക്ബർ, റഫീഖ് സലഫി തുടങ്ങിയുള്ള പണത്തിനു വേണ്ടി മാത്രം മതം വിറ്റ് ജീവിക്കുന്ന മതവിൽപ്പനക്കാർ, മതവ്യാപാരികൾ, അമൃതാനന്ദമയി പോലെ അവരിൽ ഒരു വാചാടുവ വിദ്യ കൊണ്ട് ആളുകളെ മയക്കി കിടത്തുന്ന ഒരു ഉസ്താദാണ് അലിയാർ ഉസ്താദ്. ഇയാളുടെ ശരീരഭാഷയും വർത്തമാനവും കേട്ടാൽ ഇയാളൊരു സുഡായിപ്പ് ഉസ്താദെന്ന് തോന്നിപ്പോകും. അങ്ങനെ ആണോ എന്നെനിക്കറിയില്ല. സുഡായിപ്പ് മനസ്ഥിതിയാണ് അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സംവാദത്തിൽ തോറ്റതിൻ്റെ ആഘാതം കൊണ്ട്, ദേഷ്യം കൊണ്ട്, ആ ദേഷ്യത്തിൻ്റെ തോതളക്കണമെങ്കിൽ അദ്ദേഹം 35 മിനിറ്റ് റെക്കോർഡ് ചെയ്ത് സംപ്രേഷണം ചെയ്ത ഒരു വീഡിയോ യൂട്യൂബിൽ അതിൽ മുഴുക്കെ അദ്ദേഹം യുക്തിവാദികളെ ഭത്സിക്കുക. അത് നമുക്ക് ചെറുതായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. നാണം കെട്ട വർഗം എന്നാണ് പറയുന്നത് യുക്തിവാദികളെ കുറിച്ച്. അതായത് ആ മനസ്സിനകത്തുള്ള ദേഷ്യത്തിൻ്റെ ബഹിസ്ഫുരണമാണ് ഇത്തരത്തിൽ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയാം. നിൻ്റെയൊക്കെ അന്ത്യം കുറിക്കും, അതായത് യുക്തിവാദികളുടെ അന്ത്യം കുറിക്കും. വടിവെട്ടാൻ പോയിട്ടേ ഈ പറയുന്ന പറച്ചിൽ പാകിസ്ഥാനിലെ അജ്മൽ ഖസ് മുംബൈയിൽ വന്ന് പൊട്ടിച്ചിതറിച്ച അല്ലെങ്കിൽ കൈവിട്ടു ഉസ്താദന്മാരുണ്ടായിരുന്നല്ലോ, ജോസഫ് മാഷിൻ്റെ. അത്തരത്തിലുള്ള ആളുകളുടെ ആ ഒരു മനസ്ഥിതിയാണ് നിൻ്റെയൊക്കെ അന്ത്യം കുറിക്കും. ചോദിച്ചാൽ പറയും ആശയ അന്ത്യം കുറിക്കുമെന്നേ ഞാൻ ഉദ്ദേശിച്ചു. അതിനകത്ത് മറ്റൊരർത്ഥമുള്ളത് മനസ്സിനകത്തുള്ള തീവ്രവാദത്തിൻ്റെ പൊട്ടിപ്പുറപ്പെടലാണ്, ദേഷ്യത്തിൻ്റെ പൊട്ടിപ്പുറപ്പെടലാണ്. ഈ സംഭവം കേരളത്തിലല്ലാതെ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ മറ്റ് മുസ്ലിം രാജ്യങ്ങളിലോ ആയിരുന്നുവെങ്കിൽ അലിയാർ ഉസ്താദ്, ജബ്ബാർ മാഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ അന്ത്യം വടി വെട്ടിക്കൊണ്ടുവന്ന് തല്ലിക്കൊല്ലുമായിരുന്നു എന്നാണ് ആ വർത്തമാനം. ഇനി അദ്ദേഹം പറയുന്നത് യുക്തിവാദികൾ വ്യാഖ്യാന കോമരങ്ങളാണ്. ആരാ വ്യാഖ്യാനിക്കുന്നത്? ഖുർആനെ വ്യാഖ്യാനിച്ച് മോശമാക്കേണ്ട കാര്യം യുക്തിവാദികൾക്കില്ല. ഈ യുക്തിവാദികളായ രംഗത്ത് വരുന്ന ഒരൊറ്റ ആൾ പോലും കാശിന് വേണ്ടി വർത്തിക്കുന്നവരല്ല. അവരൊക്കെ മറ്റു തൊഴിൽ ചെയ്തുകൊണ്ട്, ഞാൻ ഉൾപ്പെടെ, ഇവരെയൊക്കെയോ ഇവരുടെ കൈമുതൽ മതമാണ്, ഉപഭോക്താക്കൾ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് അവർ വ്യാഖ്യാനിക്കും. അതായത് ഒരൊറ്റ മനുഷ്യനും ഇതിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ ശാസ്ത്രം അറിവിൻ്റെ മേഖല ഉൾപ്പെടെയുള്ള ജീവിതത്തിൻ്റെ നാനാ തുറകളിലും പിടിമുറുക്കിക്കൊണ്ട് അപങ്കുരം മുന്നേറുമ്പോൾ അതിൽ കൂടി വിരളി പൂണ്ടുകൊണ്ട് തെറ്റിദ്ധരിക്കുകയാണ് ആളുകൾ വിശ്വാസം നഷ്ടപ്പെടുത്തി പൊക്കളയുമ്പോൾ. അതുകൊണ്ട് അണികളെ പിടിച്ചു നിർത്താൻ, വിശ്വാസികളെ പിടിച്ചു നിർത്താൻ, തങ്ങളുടെ ഉപഭോക്താക്കളെ പിടിച്ചു നിർത്താനുള്ള ചെപ്പടി വിദ്യയാണ് ഈ വ്യാഖ്യാനം. അല്ലാതെ ഉസ്താദെ, യുക്തിവാദികൾക്ക് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഒരു നേട്ടവും അതിൽ കൊയ്യാനില്ല. ഖുർആനും ഇസ്ലാമും മോശമെന്ന് വരുത്തി തീർക്കാൻ ഞങ്ങൾക്ക് കാര്യമില്ല. ഞങ്ങൾ ഒരു വിഷയത്തെ വിഷയാധിഷ്ഠിതമായി കണ്ടുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യത്തെ വിമർശിക്കുന്നു എന്നേ ഉള്ളൂ. അത് മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് വേണം എന്ന അഭിപ്രായം ഉള്ളതുകൊണ്ടാണ്. ഇനി മറ്റൊന്ന് അദ്ദേഹം പറയുന്നത്, കളി വേണ്ട ഖുർആനോട്. അലി, ഈ കളി തുടങ്ങിയത് നബി എന്ന് ഖുർആൻ്റെ ആദ്യത്തെ വാചകം ഓതിയോ അന്ന് മുതൽ ഈ സെക്കൻഡ് വരെ ഈ കളി നിന്നിട്ടേയില്ല. ഇത് മുസ്ലിങ്ങളിൽ യേശുന്നോ ഇല്ലേ? പക്ഷേ ഒരു വിഷയം വരുമ്പോൾ അതിൻ്റെ BJPക്ക് ഒരുപാട് അണികളുണ്ട്, ലക്ഷക്കണക്കിന്, 90 ലക്ഷം അണികളെന്നൊക്കെ ഒരു വീഡിയോ ഞാനിപ്പോൾ കണ്ടു. ആയിക്കോട്ടെ, ഇന്ത്യ മഹാരാജ്യത്തെ പ്രധാനമന്ത്രി, രാഷ്ട്രപതി നമ്മൾ അംഗീകരിക്കുമോ? അംഗീകരിക്കത്തേയില്ല, നമ്മൾ വിമർശിക്കും എന്നതുപോലെ ഇത് വിശ്വാസികൾ വിശ്വസിച്ചാലും മുഖവിലക്കെടുത്താലും ഇല്ലെങ്കിലും ഈ കളി, ഖുർആനോടുള്ള കളി അബുജഹലിൽ നിന്ന് തുടങ്ങി ഇന്നുവരെ
ഇനി നാളെയും ഇത് തുടരും. കാരണം അത്തരത്തിലാണ് അതിൻ്റെ ഘടനയും മറ്റും കെട്ടും എന്നുള്ളത് കൊണ്ടാണ്. ഇനി മറ്റൊന്ന് പറയുന്നത് അദ്ദേഹം അടിവേരെടുത്ത് വിഡ്ഢികളാക്കും. ഇങ്ങനെ അറുക്കുക, വെട്ടുക, അന്ത്യം കുറിക്കുക, എന്താ ഇത്? മനുഷ്യനാണോ താങ്കൾ? എതിരഭിപ്രായമുള്ളവരെ അഭിസംബോധന ചെയ്യേണ്ടത് ഈ വാക്കുകൾ ഉപയോഗിച്ചാണ്. വളരെ മോശമായ മ്ലേച്ഛമായ വാക്കുകൾ. മൊത്തത്തിൽ ഈ ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള ആളുകൾ, യുക്തിവാദികളെ എന്നല്ല മറ്റുള്ളവരെ പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള ആ മനസ്സിരിപ്പ് ഇത് വളരെ മോശമാണ്. സാധാ വിശ്വാസികൾ അങ്ങനെയല്ല. അവർ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇവറ്റകൾ, ഈ പെറുക്കുത്തീനികൾ, ഭിക്ഷാന്തേഹികൾ. അദ്ദേഹം വീണ്ടും യുക്തിവാദികളെ ഭ്രാന്ത മനസ്ഥിതർ എന്ന് പറയുകയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെ ഭ്രാന്താശുപത്രിയിലെ കിറുക്കന്മാർ അവിടുത്തെ ഡോക്ടറെ ഭ്രാന്ത എന്ന് വിളിക്കുന്നത് പോലെ ഈ ഭ്രാന്തിനെ ചികിത്സിക്കുന്ന നമ്മെ ഭ്രാന്തൻ എന്ന് വിളിച്ചതിൽ നമുക്ക് അതിശയമേയില്ല. നേരത്തെ പറഞ്ഞ ഡോങ്കിക്സോട്ടിയൻ മനോഭാവം, റൊമാൻസിൽ മുട്ടി നിന്ന് മറ്റൊരു ലോകത്ത് ജീവിക്കുന്നവരെ ഭ്രാന്തന്മാരെന്ന് വിളിക്കാമെങ്കിൽ 100 മാർക്കിട്ട് വിളിക്കാവുന്നത് ഇവറ്റകളാണ്. അതിൽ സംശയമേ ഇല്ല. ഇനി യുക്തിവാദികൾ പൈശാചിക മനസ്സുള്ളവരാണ്. ഇവിടെ ജബ്ബാർ മാഷിൻ്റെ ഒരു വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. ഏറ്റവും വലിയ പൈശാചിക മനസ്സുള്ളത് അള്ളാഹു തന്നെയാണ്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ, അയാളാണ് എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിൽ, ഒരു പിശാചിനെ എന്തുകൊണ്ട് സൃഷ്ടിച്ചു എന്ന് ചോദ്യമുള്ളപ്പോൾ ആ ചോദ്യത്തിന് അലിയാരല്ല ഒരാൾക്കും മറുപടി പറയാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം കളികൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. കാൽക്കീഴിൽ മണ്ണൊലിച്ചു പോകുന്നതെന്ന് ഇയാൾ തന്നെ വിലപിക്കുന്നുണ്ട് പല വീഡിയോകളിലും. ഒലിച്ചുകൊണ്ടേയിരിക്കും. ഇന്നേ വരെയുള്ള മതങ്ങളുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ അന്ത്യത്തിലേക്ക് നീങ്ങുന്ന ഓരോ മതങ്ങളാണ്. മുമ്പേ സഞ്ചരിച്ച ജൂത ക്രൈസ്തവ മതങ്ങൾ അന്ത്യത്തോട് അടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നീടുണ്ടായ യുവതയുള്ള ഒരു മതം അതിൻ്റെ അന്ത്യത്തോട് അടുക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. ദൈവവിശ്വാസം ഉണ്ടെങ്കിലും അള്ളാഹു എന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം തീർച്ചയായിട്ടും ഭാവിയിൽ വളരെ വളരെ കുറവായിരിക്കുമെന്നതിൽ തർക്കമേ ഇല്ല. ഭാവി തെളിയിക്കേണ്ടതാണ്. അതൊന്നും നമ്മൾ ജീവിക്കില്ല. ഈ വാക്ക് അന്ന് ആരെങ്കിലും കേൾക്കുമെങ്കിൽ ആശിച്ചു പോവുകയാണ്. ഇദ്ദേഹം അഗാധ കടലിൽ തിരമാലയുണ്ടെന്നും അതിനു മീതെ തിരമാലയുണ്ടെന്നും ഒക്കെയാണല്ലോ അവിടെ വിവക്ഷ. അതിനെ അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ്. അക്ബരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും ഖുർആനെ രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ട്. രക്ഷപ്പെടുത്താനൊന്നുമില്ല. ഈ 24-40 പറയുന്ന ആഴക്കടലിലെ തിരമാലയൊന്നും ഈ വിശ്വാസിക്ക് ഏത് ആഴക്കടൽ, ഏത് തിരമാല? അവന് ഖുർആനും അറിയില്ല, ശാസ്ത്രവും അറിയില്ല, ഒന്നും അറിയാത്തതുകൊണ്ട് ഒരു സൈഡായിട്ട് വിശ്വസിച്ച് അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. അയാൾ നമ്മളൊക്കെ ഇതിനെതിരെ പറയുന്ന പ്രധാനമായ വാക്യം, പ്രധാനമായ കാര്യം, ഇതുവരെ ഉണ്ടായ തഫ്സീറുകൾ 24-40 എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന്. ആഴമേറിയ കടൽ, അതിനെ പൊതിയുന്ന തിരമാല, അതിനു മീതെ വീണ്ടും തിരമാല, അതിനു മീതെ മേഘം. ആഴക്കടലുമായി ഒരു ബന്ധമില്ല. കടലിൻ്റെ വിശേഷണമാണ്, ഉപമയായി പറഞ്ഞതാണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇന്നുവരെയുള്ള തർജ്ജമകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഇതല്ലാതെ മറ്റൊന്നും കാണാനേ സാധ്യമല്ല. അത് നമ്മളെ നിരന്തരം എടുത്തു പറഞ്ഞ് ഇതിൽ തോറ്റു തുന്നം പാടുന്നത് കൊണ്ട് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യമെടുക്കുകയാണ്. ഈ 35 മിനിറ്റ് വർത്തമാനത്തിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ട വർത്തമാനം തന്നെയാണ് തഫ്സീറൊക്കെ അവിടെ ഇരിക്കട്ടെ.
യാഥാർത്ഥ്യം പറയുന്നതിനൊക്കെ മാറ്റിവെക്കൂ. ഞാൻ കള്ളം പറയാൻ നിങ്ങൾ വിശ്വസിക്കും, ഞാൻ വ്യാഖ്യാനിക്കാൻ നിങ്ങൾ വിഴുങ്ങും. അലിയാരെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. തഫ്സീർ പൊക്കിക്കൊണ്ടു വരും. തഫ്സീറുകൾ എന്ത് പറഞ്ഞു എന്നത് പ്രസക്തമാണ്. നിങ്ങളിപ്പോൾ മാറ്റി പറയുമ്പോൾ ഇതിനു മുമ്പുള്ള ആളുകളൊക്കെ എന്തു പറഞ്ഞു എന്ന് നോക്കേണ്ട ബാധ്യത അതിനോടുള്ള കളിയുടെ ഭാഗമായി തന്നെ ഉണ്ടാകണമല്ലോ. ഞാനൊരു 2 മിനിറ്റുള്ള വീഡിയോ വഴിയെ കാണിക്കാം, നിങ്ങൾ നോക്കൂ. 100 കണക്കിന് ട്രാൻസ്ലേഷൻ നോക്കിയിട്ട് ഒരൊറ്റ എണ്ണത്തിൽ പോലും തമിഴിലുൾപ്പെടെ എനിക്കറിയാവുന്ന ഭാഷകളിലൊക്കെ ഞാൻ നോക്കിയിട്ട് ഈ ആഴക്കടൽ കടലിൻ്റെ വിശേഷണമാണ്, അതിനും മീതെ തിരമാല, അതിനും മീതെ തിരമാല, അതിനും മീതെ കാർമേഘം, ആഴക്കടലിൽ അകപ്പെട്ടവൻ, കടലിൽ അകപ്പെട്ടവൻ കൈപൊക്കി നോക്കിയാൽ കാണില്ല. ഇതാണ് ഇയാൾ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെ അല്ല എന്ന് വ്യാഖ്യാനം. കടലിനു മീതെ എന്ന് തന്നെയാണ് എല്ലാവരും അർത്ഥമാക്കുന്നത്. വീഡിയോ കാണും. കണ്ടല്ലോ, എത്ര എണ്ണം വേണമെങ്കിലും കാണിക്കാം. സമയക്കുറവുള്ളത് കൊണ്ടാണ് ഈ 2 മിനിറ്റ് വീഡിയോയിൽ ഞാൻ ഒതുക്കിയത്. ഇനി ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഫി എന്നാൽ ഇൻ എന്നാണ് അർത്ഥം, അതിൽ എന്നാണ്. സംശയമില്ല, ഇൻ തന്നെയാണ്. ഇവിടെ ബഹറിൻ ലുജ്ജിയിൻ, ഫി ബഹറിൻ ലുജ്ജിയിൻ എന്ന് പറഞ്ഞാൽ ആഴക്കടലിൽ എന്ന് തന്നെയാണ് അർത്ഥം. അല്ലാതെ അലിയാർ ഉസ്താദ് പറയാൻ ഉദ്ദേശിക്കുന്നത് പോലെ ആഴക്കടലിൽ ഉള്ളിൽ എന്നർത്ഥമില്ല. ഇൻസൈഡ് ദ സീ എന്നല്ല, ഇൻ ദ സീ, ആഴക്കടലിൽ. ഫി ബഹറിൻ ലുജ്ജിയിൻ, ആഴക്കടലിൽ എന്നേ ഉള്ളൂ. ആഴക്കടലിൽ ഉള്ളിൽ എന്നല്ല അലിയാരെ. ഇനി ഖുർആൻ അത് പറയുന്നത് ഇത് ലളിതമാക്കി നിന്റെ ഭാഷയിൽ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ അവതരിപ്പിച്ച് തന്നിരിക്കുന്നു എന്ന വലിയൊരു കള്ളം, ഒരു യഥാർത്ഥമില്ലാത്ത ഒന്ന് ഖുർആൻ അവകാശപ്പെടുന്നുണ്ട്. ഇതിനെ ആളുകൾ കളിയാക്കുകയല്ലേ? കളിയാക്കും അലിയാരെ. ഇല്ലാത്ത അവകാശം ഉന്നയിക്കുന്ന ഡോങ്കിക്സോട്ടിനോട് നീ യഥാർത്ഥ ലോകത്ത് ജീവിക്കുന്നല്ലോ എന്ന് പറയാനുള്ള പാങ്ക്, ത്രാണി മറ്റുള്ളവർക്ക് ഉണ്ടാകും. അതിൽ കുണ്ഠിതപ്പെട്ടിട്ട് കാര്യമില്ലെന്നേ. അലിദാസ്തി ഇറാനിയൻ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് നോക്കാം ഖുർആനെ കുറിച്ച്. വ്യാഖ്യാനങ്ങൾ കൂടാതെ മനസ്സിലാക്കാനുള്ള പ്രയാസങ്ങൾ, വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല
വ്യാഖ്യാന കസർത്തുകൾ വേണ്ടിവരും. അതാണ് ഇവിടെ കാലാകാലങ്ങൾ ചെയ്തുകൊണ്ട് അത് നമ്മുടെ പേരിൽ ആരോപിക്കുന്നത്. അപൂർണങ്ങളായ വാചകങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പത്തിലാക്കിയതാണ്. വൈദേശിക പദങ്ങൾ, അന്ന് അറബിയിലില്ലാത്ത പദങ്ങൾ, പരിചിതമല്ലാത്ത അറബി പദങ്ങൾ, സാധാരണ പ്രയോഗത്തിൽ ഇല്ലാത്ത പദങ്ങൾ, ഇതിനോരോന്നിനും നൂറുകണക്കിന് ഉദാഹരണം ഖുർആനിൽ നിന്ന് ചികഞ്ഞെടുക്കാൻ സാധിക്കും. പലരും ചെയ്ത് തീർത്ത കാര്യമാണ്. ഇതിലൊന്നും ഒരു സംശയത്തിന് ഇടമില്ല. സംശയമുള്ളവർക്ക് സംശയ നിവാരണത്തിന് വേണ്ടി നൂറുകണക്കിന് മെറ്റീരിയൽസ് നെറ്റിൽ ഉൾപ്പെടെ ബുക്കുകളിൽ ഉൾപ്പെടെ അവൈലബിൾ ആണ്. വിശേഷണങ്ങൾ, ക്രിയകൾ, ലിംഗം വചനം തമ്മിൽ യോജിപ്പില്ലാത്തത്, വ്യാകരണ നിയമവുമായി പൊരുത്തപ്പെടാത്ത സർവ്വനാമങ്ങൾ. ഇപ്പം അലിഫ് ലാം മീം, ഇതിൻ്റെ അർത്ഥം അല്ലാഹുവിന് മാത്രമേ അറിയൂ. എളുപ്പത്തിൽ മനസ്സിലാക്കി തരാനും പറഞ്ഞിട്ടുള്ളതാണ്. ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, കെട്ടില്ലാത്ത, മട്ടില്ലാത്ത, ഭാഷാ പ്രയോഗമില്ലാത്ത, മനസ്സിലാക്കാൻ എളുപ്പമല്ലാത്ത, ആളുകളെ വ്യാമോഹിപ്പിക്കുന്ന ഒരു ഡോങ്കിക്സോട്ടിയൻ സിദ്ധാന്തം തന്നെയാണെന്ന് പറയാൻ യാതൊരു മടിയും ആ ഗ്രന്ഥത്തെ അടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കളിയല്ല, അത് ചെറിയ കളിയല്ല എന്നുള്ളതാണ്. ഇനി ഉദ്ദേശത്തെ ശരിക്കും ധരിപ്പിക്കാത്ത വാക്യങ്ങൾ ഒരുപാടുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം നമുക്ക് നോക്കിപ്പോകാം. 24:33 ഭൗതിക ലാഭം തേടിക്കൊണ്ട് സ്വന്തം അടിമ സ്ത്രീകൾ നിങ്ങൾ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കാൻ പാടില്ല. ചാരിത്രവതികളായിരിക്കാൻ അവർ സ്വയം ആഗ്രഹിക്കുമ്പോൾ ആരെങ്കിലും അവരെ നിർബന്ധിക്കുകയാണെങ്കിൽ ആ നിർബന്ധത്തിന് ശേഷം അള്ളാഹു അവർക്ക് മാപ്പരുളുന്നവരാകുന്നു. അതായത് ഏതെങ്കിലും അടിമ സ്ത്രീ അവൾ ചാരിത്രവതിയായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവളെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കാൻ പാടില്ല. നല്ല കാര്യം. പക്ഷെ നിങ്ങൾ നിർബന്ധിച്ചാലോ അല്ല, അതങ്ങ് പുറത്തു തരും. എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതിന് ഘടകവിരുദ്ധമായി അവസാനത്തെ വാക്ക് കൊണ്ട് ചേർക്കുമ്പോൾ ഉദ്ദേശം ശരിക്കും ധ്വനിപ്പിക്കാത്ത വാക്യം ഇതുപോലെ 100 ഇനി ചാരിത്രവതികളായിരിക്കാൻ അവർ സ്വയം ആഗ്രഹിക്കുന്നില്ലെങ്കിലോ അപ്പം നിർബന്ധിക്കാമോ? നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറയുന്നത് മനുഷ്യത്വം കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ആ നിർബന്ധം വേണ്ടേ? ഇവിടെ ഈ വാക്യത്തിലോ അവരാഗ്രഹിക്കുകയാണെങ്കിൽ പോയില്ലേ? അന്തസത്ത ചോർന്നു പോകുന്ന ഇത്തരം വാക്യങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ഖുർആൻ കളിക്കായിട്ട് നമുക്ക് മുമ്പിൽ വെച്ച് തരും. അറിയാതെ പദം ഖുർആനിൽ ഊഴ്ന്നു വീഴില്ല. ആരാ പറയുന്നത്? അലിയോർ ഉസ്താദ് ഡോങ്കിക്സോട്ട്. ഉസ്താദേ, ഖുർആനോട് കളി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. 296 ബലി സാധ്യമായില്ലെങ്കിലോ അപ്പോൾ 3 ഹജ്ജ് വേളയിലും 7 വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷവും 10 പൂർണ്ണമായ 10 ദിവസം നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ്. ഇവിടെ നോക്കൂ, ഹജ്ജിന് പോയി അവിടെ ബലിയർപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ 3 ഹജ്ജ് വേളയിൽ ചെയ്യുക, 7 വീട്ടിൽ പോയി ചെയ്യുക. ഇനി വീണ്ടും എടുത്തു പറയുകയാണ്, പൂർണ്ണമായും 10 ദിവസം. ഈ പൂർണ്ണമായും 10 ദിവസമെന്ന വാക്യം അവിടെ ഊർന്നു വീണതാണ്. ആവശ്യമില്ല. 7 3 10. 3 ഹജ്ജ് വേളയിൽ ചെയ്യുക, 10 വീട്ടിൽ പോയി ചെയ്യുക. 7 3 10 അല്ലേ അരിത്തമാറ്റിക്? അപ്പോൾ ഊർന്നു വീഴുമോ? എത്ര ഉദാഹരണം വേണം ഇതുപോലെ കാണിച്ചു തരാൻ സാധിക്കുമേ? ഇനി അയാൾ പറയുന്നത് നമ്മൾ തിരമാലകൾ മീതെ മീതെ എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ലെന്നേ. ഖുർആൻ എന്തു പറയുന്നു, തഫ്സീർ എന്തു പറയുന്നു, അതിനെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അക്ബറെ നമ്മൾ പ്രതിരോധിക്കുന്നത്. അക്ബർ കള്ളം പറയുന്നു, അലി ഉസ്താദ് ചെണ്ട കൊട്ടി ആ കള്ളം വീണ്ടും വിളിച്ചു പറയുന്നു. അപ്പം നമ്മൾ കളിയാക്കപ്പെടാൻ യോഗ്യതയുള്ളതുകൊണ്ട് തിരമാല പിറകെ മാത്രമാണ് വരുന്നതെന്ന് അദ്ദേഹം. തിരമാലയെക്കുറിച്ച് അയാൾക്ക് യാതൊരു
ഒരു കാര്യത്തെക്കുറിച്ചും ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഒരു അന്യ ലോകത്ത് തന്നെ മറന്നു ജീവിക്കുന്ന ഡോങ്കിക്സോട്യന്മാരായി ഇവർ അധംപതിക്കുന്നതിൽ നമുക്ക് സഹതപിക്കാനല്ലാതെ മറ്റു വഴിയില്ല. ഖുർആൻ പറയുന്നത് ഡീപ് സീ ഓവർവെൽംഡ് ബൈ എ വേർബ് above which there is a, ഒന്നിന് മുകളിൽ ഒന്നായി എന്ന് തന്നെയാണ് ഇയാൾ മാറ്റി പറയുന്നുണ്ട്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതായത് തിരകൾ മേൽക്കുമേൽ വന്നു മൂടുന്നു, അതിനു മീതെ മേഘം. ആരാ മാറ്റി പറയുന്നത്? ഇയാൾ മാറ്റി പറയാണ്. ഒന്നിനും പിറകെ ഒന്നായി എന്നല്ലേ ഭാഷാ പ്രയോഗം. മണ്ടന്മാരെ മനസ്സിലാക്കൂ, മണ്ട ശിരോമണി മനസ്സിലാക്കൂ. ഈ പറയുന്ന തഫ്സീറുകളിൽ എവിടെയാണ് തെറ്റുള്ളത്? നമുക്കിത് ചർച്ച ചെയ്തുകൂടെ? ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടു. നമ്മുടെ ഷാരോൺ സാപ്പിയൻ, അദ്ദേഹം ഈ അലിയാർ ഉസ്താദിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. വെല്ലുവിളിച്ചിട്ട് ഏകദേശം ഒരാഴ്ചയായി, ഒരനക്കവുമില്ല. വീട്ടിൽ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഗിർവാണം മുഴക്കുന്നുണ്ട്. ഒരു പയ്യൻ, കൊച്ചു പയ്യൻ ഇയാളെ വെല്ലുവിളിച്ചപ്പോൾ ഈ പയ്യൻ ഉദ്ദേശിക്കുന്നത് പ്രായം കൊണ്ടാണ്, അറിവ് കൊണ്ട് എന്നെക്കാളും മഹോന്നതനായി ഞാൻ കണക്കാക്കുന്ന ആളാണ് ഷാരോൺ. വെരി ഗുഡ്. അയാൾ വെല്ലുവിളിച്ചിട്ട് അയാൾ ഏറ്റെടുക്കുന്നില്ല. ഏതു ഗീറാഹുകയിൽ പോയി ഒളിച്ചു എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനി ഇയാളെ ഞാൻ വെല്ലുവിളിക്കുന്നു, നേരിട്ടുള്ള സംവാദത്തിനെ അല്ല. എനിക്ക് വയ്യ. ഒന്ന്, പ്രായാധിക്യം. 2, കോവിഡ്. 3, എൻ്റെ മറവി. അതുകൊണ്ട് താങ്കൾ തയ്യാറാണെങ്കിൽ ഞാൻ ഖുർആനുമായി ബന്ധപ്പെട്ട് പല വാക്യങ്ങൾ എടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ പോരായ്മകളെ എടുത്തു പറയാം. താങ്കൾ വിശദീകരിക്കൂ. പറ്റുമെങ്കിൽ ഞാൻ മുസ്ലിം ആകാം. എനിക്ക് ബോധ്യപ്പെടുമെങ്കിൽ, എനിക്കും മറ്റുള്ളവർക്കും ബോധ്യപ്പെടുമെങ്കിൽ സ്വീകരിക്കാൻ എന്നാ പാട്. ശരി പറഞ്ഞാൽ അതിനെ സ്വീകരിക്കല്ലേ ഊക്കുതി. അതുകൊണ്ട് അലിയാരെ, ഒന്നുകിൽ ഷാരോൺ സാപ്പിയൻസിൻ്റെ വെല്ലുവിളി സ്വീകരിക്കുക. അതിനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഞാൻ റഫീഖ് സലഫിയോടൊക്കെ ചോദിച്ചതാണ്. എന്തുകൊണ്ടോ അവർ എന്നെ മുഖവിലേക്ക് എടുക്കാത്തത് കൊണ്ടായിരിക്കാം. എന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ കളിയാക്കപ്പെടേണ്ടതിനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും എന്നതിൽ തർക്കം വേണ്ട. ഫൗക്ക എന്ന വാക്കിനെ നമ്മൾ മാറ്റി ചതിയന്മാർ എന്നാ പറയുന്നത്. പിറകെ അല്ലെങ്കിൽ മുകളിൽ എന്നാൽ ഇയാൾ അർത്ഥം കൊടുത്ത് വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ. ആരും അർത്ഥം മാറ്റുന്നില്ല അലിയാരെ. ഉസ്താദ് തന്നെ പറയുന്നു പിറകെ വരുന്നു എന്ന്. ഖുർആൻ പറയുന്നതോ മുകളിൽ. നമ്മൾ നേരത്തെ കണ്ടല്ലോ. പിന്നെ തുടർന്ന് ഉസ്താദ് പലതും പറഞ്ഞ് സ്വയം ഇളിഭ്യനാകുകയാണ്. അയാൾ എന്നാ പറയുന്നു എന്ന് അയാൾക്ക് തന്നെ ബോധ്യമില്ലാത്ത ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിലൂടെ. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ആളുകളാണ് പണ്ട് തർജ്ജിമ പാടില്ല എന്ന് പറഞ്ഞു.
ഇംഗ്ലീഷ് പാടില്ല എന്ന് പറഞ്ഞു, മുടി വളർത്താൻ പാടില്ല. കാലാകാലങ്ങളിൽ ഇത്തരം തിന്നികൾ, വിറ്റു തിന്നികൾ, അങ്ങനെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മൾ അങ്ങനെ അല്ല. സാമൂഹ്യപരമായ കാര്യങ്ങളെ മുതലാക്കിക്കൊണ്ട് ഉദരപൂർണത്തിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരല്ല നമ്മൾ. അങ്ങനെ ചെയ്യുമ്പോൾ കള്ളം പറയേണ്ടി വരും, ചതിക്കേണ്ടി വരും, വ്യാഖ്യാനിക്കേണ്ടി വരും. ഈ സമൂഹത്തെ അങ്ങേയറ്റം പിന്നാക്കം വലിച്ച് മുന്നോട്ടുള്ള പ്രയാണത്തെ അങ്ങേയറ്റം തടയപ്പെട്ട സാമൂഹ്യ ദ്രോഹികളാണ് ഉസ്താദന്മാരെന്ന് പറയാതിരിക്കാൻ ആവില്ല. സോറി, യാഥാർത്ഥ്യം പറയാൻ ബാധ്യസ്ഥരാണ് ഞങ്ങൾ. എല്ലാവരും ആഞ്ഞു പിടിച്ചിരിക്കുന്നത് ഉപരിതലത്തിൽ എന്നാണ് അദ്ദേഹം പരിതപിക്കുന്നത്. അലി, ഞങ്ങളല്ല. ഈ തഫ്സീർ ഉസ്താദന്മാരുണ്ടല്ലോ, പ്രൊഫസർമാർ, ഞാൻ നേരത്തെ 2 മിനിറ്റിൽ കാണിച്ച ആളുകൾ ഉൾപ്പെടെ അവരാണ് ഈ ഉപരിതലത്തിൽ എന്ന് പറയുന്നത്. ഞങ്ങളല്ല. ഓവർവെൽഡ് ഇരുട്ടുകൾ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ കടലിനടിയിൽ ഒരിരുട്ട്, മുകളിൽ ഒരിരുട്ട്, പിന്നീട് മേഘം ഒരിരുട്ട്. അപ്പം ഇരുട്ടുകൾ എന്ന് പറയുന്നുണ്ട്, ബഹുവചനം. അലിയാരെ, സാങ്കോപ്പൻസ, ഖുർആനിൽ ഏകവചനത്തിന് പകരം ബഹുവചനം ഉപയോഗിക്കുന്ന വാക്യങ്ങളുണ്ട്. ഇവിടെ സമയക്കുറവ് കൊണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല. അലിദാസ്തി വ്യക്തമായി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏകവചനത്തിന് പകരം ബഹുവചനം. അങ്ങനെ കണ്ടാൽ മതി. ഇത് അർത്ഥം മനസ്സിലാക്കാത്ത, പ്രയോഗത്തിലില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന, നേരത്തെ പറഞ്ഞ എല്ലാ ക്വാളിഫിക്കേഷനുമുള്ള ഒരു ഖുർആനിലെ ഒരു വാക്യത്തെ എടുത്തുകൊണ്ട് ആ വാക്യത്തെ പിടിച്ചുകൊണ്ട് അർത്ഥം മാറ്റി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കേവല ഭാഷയിൽ പറഞ്ഞാൽ നാണം കെട്ട പരിപാടിയാണ്. ഇനി അദ്ദേഹം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, 100 മീറ്ററിന് താഴെ പോകാൻ യുക്തിവാദികൾക്കാകും? യുക്തിവാദികൾക്ക് അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല അലിയാരെ. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞങ്ങൾ. ബുദ്ധിശക്തിയിലും വിവേചന രീതിയിലൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും യു ആൻഡ് മീ ആർ ബോത്ത് ദ സെയിം എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണ്, വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ. അതുകൊണ്ട് ആർക്കും 100 മീറ്റർ താഴെ പോകാൻ പറ്റില്ല. ഈ വാദഗതി, നിങ്ങളുടെ ഈ വാദഗതി കൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, 100 മീറ്റർ താഴെ പോകാൻ പറ്റില്ലെങ്കിൽ ഈ അടിത്തട്ടിലുള്ള തിരമാലയുള്ള സ്ഥലത്ത് എങ്ങനെ പോയി കൈ പൊക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്? കൈ പോയിട്ട് തല പോലും പൊങ്ങില്ലല്ലോ, ചെത്തു മണ്ണടിഞ്ഞു പോകില്ലേ? അവിടെ പോയാൽ ഇനി മനുഷ്യത്വത്തിൻ്റെ കണിക ഉള്ളവർ പോലും ഇവരെ യുക്തിവാദികൾ എന്ന് വിളിക്കില്ല. അലിയാരെ, താങ്കൾ ഞങ്ങളെ യുക്തിവാദികളെന്ന് വിളിച്ചു കളയരുത്. കാരണം മനുഷ്യത്വത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത ഒരു ചർവാലിക് റൊമാൻസസ് വിശ്വസിക്കുന്ന നിങ്ങൾ അന്യനെ അന്യനായി കാണുന്ന, ഈ ഭൂമുഖത്ത് ജനിച്ച ഒട്ടുമിക്ക മനുഷ്യരെയും ഫ്രൈ ചെയ്ത് നരകത്തിലിട്ട് പൊരിച്ചെടുക്കുന്ന പൊരിയൻ വിദ്വാൻ്റെ, ആശാൻ്റെ ശിഷ്യന്മാരായ നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഈ വാക്യം ചേരുന്നത് നിങ്ങൾക്കാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ യുക്തിവാദികൾ, പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടെന്നേ, അതൊക്കെ അച്ചടിച്ച് വീട്ടിൻ്റെ മതിലിൽ കൊണ്ട് ഒട്ടി വായിച്ചങ്ങ് രസിച്ചാൽ മതി. യുക്തിവാദികളെ നിങ്ങൾ വിളിച്ച് ഞങ്ങളെ അങ്ങ് രസിപ്പിക്കുകയോ ബഹുമാനിക്കുകയോ, നിങ്ങളുടെ ബഹുമാനം നമുക്ക് വേണ്ട. കാര്യം വഞ്ചകന്മാരുടെ, ചതിയന്മാരുടെ, കൊള്ളക്കാരുടെ സർട്ടിഫിക്കറ്റ് യുക്തിവാദികൾക്ക് വേണ്ട, ഇന്നലെ വേണ്ട. ലോകത്തെ വഞ്ചിക്കുന്നവരാണ് യുക്തിവാദികൾ. അലിയാരെ പറയുകയാണ്, എടോ അലിയാരെ, ലോകത്തെ വഞ്ചിക്കുന്നതാണ്. എല്ലാ കഥകളും പൊല്ലാക്കഥകളും പറഞ്ഞുകൊണ്ട് അനുദിനം ഇപ്പം കുതിരയ്ക്ക് ചിറക് മുളച്ച് ആകാശത്തേക്ക് പോയി വരാം, 7 ആകാശവും താണ്ടി പോയി വരാമെന്ന് പറയുന്നവരാരും, ചന്ദ്രനെ പിളർത്തി എന്ന് പറയുന്ന ഉമ്മാക്കി കഥയിൽ വിശ്വസിക്കുന്ന, ഉമ്മൂമ്മ കഥയിൽ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ആരാ? ഇപ്പോൾ ചതിയന്മാരും വഞ്ചകന്മാരും ആരാ? മറിഞ്ഞിരിക്കുന്ന കാര്യത്തിൽ വിശ്വസിക്കാൻ വേണ്ടി ഘോരം പ്രസംഗിക്കുന്നത് ആരാ? യുക്തിവാദികളാണ്. അപ്പം ലോകത്തെ വഞ്ചിക്കുന്നവർ ഇന്നും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്.
വഞ്ചിക്കുന്നവരെ തുറന്നു കാട്ടാനുള്ള ബാധ്യതയാണ് ഈ കളിയാക്കൽ. അപ്പം ലോക വഞ്ചകർ ഈ ഉസ്താദന്മാരെന്ന് പറയേണ്ടി വരുമെന്നുള്ളത് യാതൊരു സംശയവും എനിക്കില്ല കേട്ടോ. നിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ചിരിക്കാതെ എന്തു പറയും? നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ കാലം കഴിയുമോ? അങ്ങനെ കഴിയില്ല ഉസ്താദെ. അത് നിങ്ങളുടെ ഒരു ജൽപ്പനമാണ്, മനോവൃത്തിയാണ്. ഡോൺ കിക്സോട്ടിയൻ മനോഭാവത്തിൽ അഭിരമിക്കുന്നത് കൊണ്ട് സങ്കല്പ ലോകത്തെ മൂർത്തിമത് ഭാവനാ ചിന്തയാണ് ഞങ്ങളുടെയൊക്കെ. പിന്നെ നിങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു വരുന്നു മുസ്ലിയാരെ. മുസ്ലിയാക്കന്മാരില്ലാത്ത ഒരു സമൂഹം അടുത്ത തലമുറയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ദൈവത്തിനും മനുഷ്യനിടയ്ക്ക് ഒരു റെപ്രസെൻറ്റേറ്റീവിനെ, ബാഗും തൂക്കി നടക്കുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ്, മയക്ക് മുതലാക്കിക്കൊണ്ട് കള്ളത്തരത്തെ വാചകങ്ങളാക്കിക്കൊണ്ട് മയക്കി കിടത്തുന്ന മയക്കു വിദ്വാൻമാർ ഇനി അടുത്ത തലമുറയിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് കാലം കഴിയുന്നത് ഉസ്താദന്മാരുടെ ആയിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തീയ പാതിരിമാരും ജോലി മതിയാക്കി യൂറോപ്പിലൊക്കെ മറ്റു തൊഴിലെടുക്കാൻ പോയതുപോലെ ജോലി ചെയ്യാൻ പഠിക്കും. ഈ കള്ളപ്പണി മതിയാക്കും. ഇനി ഇയാൾ പറയുന്ന മറ്റൊരു കാര്യം, അപ്പാരറ്റസിൻ്റെ സഹായത്തോടെ കടലിൽ മുങ്ങി കൈപൊക്കാൻ ഖുർആൻ പറഞ്ഞു പോലും. ഹേ മനുഷ്യ, താൻ എന്നാ പറയുന്നു എന്ന് തനിക്കറിയാം. വാക്കുകളുടെ അർത്ഥം മനസ്സിലാകാവുന്ന ബുദ്ധിശക്തിയെങ്കിലും വേണ്ടേ ഒരു പ്രാസംഗികന്? അപ്പാരറ്റസിന് സഹായമോ? ഒരു സൈക്കിളില്ലാന്നേ, ഒരു വീൽ ചക്രമുള്ള ഒട്ടകമൂത്രം ഇതായിരുന്നു. എന്തിന്? ഒരു പേപ്പട്ടി വന്ന് ആരെയെങ്കിലും അന്ന് കടിച്ചിരുന്നുവെങ്കിൽ ഈ സഹാബാക്കൾ പലരും മരിച്ചു പോകുമായിരുന്നല്ലോ. ലൂയി പാസ്റ്റർ പിന്നീട് വന്നതുകൊണ്ട്. എന്നിട്ടാണ് പറയുന്നത് അപ്പാരറ്റസോട് കൂടി ഭൂമിയിൽ ഇതിൽ ഇറങ്ങി എന്ന്. അലിയാരെ, ഈ പുസ്തകത്തിൽ അങ്ങനൊന്നും ഇല്ലാന്നേ. ഈ പുസ്തകത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ് ശാസ്ത്രസത്യം പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് വളച്ചൊടിച്ചു പറയേണ്ടി വരും. തള്ളുവണ്ടി തള്ളാസ് വണ്ടി എന്നൊരു വാക്യമെടുത്ത് ഞാൻ വളച്ചൊടിച്ചാൽ അത് എത്രയോ പവിത്രമായ ഒരു വാക്യമായി വരും. തള്ളുക എന്ന് പറഞ്ഞാൽ ഭൂമിയെ, ലോകത്തെ, ജീവിതത്തിന് തള്ളുന്ന വണ്ടിയിലത് ജീവിക്കാൻ പറ്റും. മനുഷ്യൻ വണ്ടിയാണ്, മനുഷ്യൻ ഉപയോഗിക്കുന്നത് വണ്ടിയാണ്, മനുഷ്യൻ്റെ ജീവിതം വണ്ടി എന്നൊക്കെ പറഞ്ഞ് തള്ളുവണ്ടി തള്ളാസു വണ്ടി വ്യാഖ്യാനിക്കാം. സുന്ദരമായി വ്യാഖ്യാനിക്കും. എനിക്ക് അപ്പം തോന്നിയത് ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഓരോ കാലഘട്ടത്തിലും മനസ്സിലാക്കാൻ പാകത്തിൽ ആണ് ഖുർആൻ. ഓരോ കാലഘട്ടത്തിലും മനസ്സിലാക്കും. അപ്പോഴേ ഇപ്പം വസൂരിക്ക് നമുക്ക് മരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കാൻ കഴിവുള്ള ദൈവം പിന്നീട് മനസ്സിലാക്കിക്കുമെങ്കിൽ ആ മനസ്സിലാക്കുന്ന കാലഘട്ടം വരെ, അതിൻ്റെ മരുന്ന് കണ്ടെത്തുന്നത് വരെ മരിച്ചുപോയ ആളുകളോട് എന്തുത്തരം നിങ്ങൾ പറയും? അനീതിയല്ലേ അത്? അപ്പോഴപ്പോഴും മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം. അങ്ങനെയല്ലേ അതിൻ്റെ അവകാശവാദം? എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിൻ്റെ ഭാഷ ഇതാണോ എളുപ്പത്തിൽ മനസ്സിലാക്കുക? കാലഘട്ടം വരുന്തോറും മനസ്സിലാക്കിക്കൊണ്ടിരിക്കാൻ എന്നാ ഈ പറയുന്നത്? ഡോങ്കിക്സോട്ട് പോലും ഇത്തരം ഒരു എന്താ പറയുക സെർവാലിക് റൊമാൻസ് കാണിക്കില്ല. അത്രയും വിഡ്ഢിത്തം നിറഞ്ഞു. ഡോങ്കിക്സോട്ടിനെ നാണിപ്പിക്കുന്ന വിഡ്ഢിത്തമാണ്. ഓരോ ആയത്തിലും അള്ളാഹു ഉണ്ടെന്നറിയാം അലിയാര് പറയുകയാണ്. ഈ ഒരു വാക്യത്തിൽ ഞാൻ താങ്കളോട് തർക്കിക്കാൻ തയ്യാറാണ്. നമ്മൾ പല വാക്യങ്ങളും എടുക്കാം. ഈ വാക്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ, ഖുർആൻ വാക്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു ഇല്ല എന്ന് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഖുർആൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചിന്തിച്ചു വായിച്ചാൽ വായിക്കുന്നവൻ മഞ്ഞക്കണ്ണട ധരിക്കാത്തവനാണെങ്കിൽ അവൻ വിശ്വാസം വെടിയും. അവൻ അള്ളാഹുവിൽ വിശ്വസിക്കില്ല. ദൈവമുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ അള്ളാഹു എന്ന ദൈവം ഇല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഒരു
നിരീശ്വരവാദ അല്ലെങ്കിൽ അള്ളാഹു രഹിത ലോകത്തിൻ്റെ ഒരു റിക്രൂട്ടിംഗ് ഏജൻ്റാണ് വാസ്തവത്തിൽ ഖുർആൻ. ഖുർആനെ അതിൻ്റെ അർത്ഥത്തിലും വ്യാപ്തിയിലും മനസ്സിലാക്കാൻ തയ്യാറാകുന്ന ഓരോരുത്തർക്കും അതിലെ ഓരോ വാക്യവും ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറഞ്ഞുവെങ്കിലും കല്ലെറിയുമ്പോൾ മാങ്ങ വീഴുന്നത് പോലെ, ചക്ക വീണ് മുയൽ ചത്തതുപോലെ അലിയാർ പറഞ്ഞ ഈ ഒരു വാക്യം ശരിയാണ്. ഓരോ ആയത്തിലും അള്ളാഹു ഉണ്ടെന്നറിയാം. അദ്ദേഹം അത് ചെറിയൊരു വ്യത്യാസം ഇല്ലെന്നറിയാം. പല എക്സ് മുസ്ലിംസിനോടും ചോദിച്ചാൽ അറിയാം. അവരൊക്കെ ഞാനൊക്കെ ഖുർആൻ മനസ്സിരുത്തി വായിച്ച് 2-2.5 വർഷക്കാലം കൊണ്ട് വായിച്ച് തഫ്സീർ വായിച്ചു മനസ്സിലാക്കി തന്നെയാണ് ഇത് ഉപേക്ഷിച്ചത്. അല്ലാതെ ആരോടും വിരോധം കൊണ്ടല്ല, യാതൊരു പകയും കൊണ്ടല്ല. ഇല്ല, ഇന്നുമില്ല. അത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഗ്രന്ഥവും പ്രസ്ഥാനവും വിഷയവുമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതിനെ ഉപേക്ഷിച്ചതും അത് പ്രചരിപ്പിക്കുന്നതും എന്നുള്ളതാണെങ്കിൽ ഖുർആനിൽ ചിലതേ കണ്ടുപിടിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം പിന്നീട് കണ്ടുപിടിക്കാം. ഇപ്പം സൂര്യയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞുവല്ലോ. അന്നത്തെ അറബികൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഖുർആനിലുണ്ട്, പിന്നീട് കണ്ടെത്താൻ വേണ്ടി. ഈ വിദ്വാൻ തന്നെ പറയുകയാണ്, നബിക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. മറ്റൊരു പ്രസംഗത്തിൽ ബിഗ് ബാങ്ക് വരെ അദ്ദേഹത്തിന് അറിയാമെന്നാണ്. ആകാശവും ഭൂമിയും ഒട്ടിച്ചിരുന്നു, പിന്നീട് അതിനെ വേർപെടുത്തി അല്ലാഹു എന്നൊക്കെ. ബിഗ് ബാങ് ഇങ്ങനെ പറിച്ചു വേർപെടുത്ത് ഒട്ടിച്ചിരുന്നു, ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിരുന്നു, വേർപെടുത്ത്, അതാണ് ബിഗ് ബാങ്. എന്നാ പറയാനാണ് ഈ പമ്പര വിഡ്ഢികളോട്. അപ്പം ബിഗ് ബാങ് അറിയാവുന്ന നബിക്ക് അഗാധമായ ആഴക്കടലിൽ തിരമാലയുണ്ടെന്ന് അറിയില്ലേ? വെല്ലുവിളി പൊളിയില്ല. എപ്പോഴും അന്നത്തെ അറബികൾക്ക് അറിയാത്ത കാര്യം, നബി ഉൾപ്പെടെയുള്ള അന്നത്തെ അറബികൾക്ക് അറിയാത്ത കാര്യമാണ് ഖുർആനിലെ 24-30 എങ്കിൽ ബിഗ് ബാങ് അറിയാവുന്ന നബിക്ക് ബിഗ് ബാങ് മാത്രമല്ല, എല്ലാം അറിയുന്ന ആളാണെങ്കിൽ. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, നിങ്ങൾ മുഴുവൻ മനുഷ്യരെയും മുസ്ലിം ആക്കിയിട്ടേ അടങ്ങും യുക്തിവാദി. അള്ളാഹു പറയുന്നുണ്ട് ഖുർആനിൽ, ഞാൻ ഉദ്ദേശിക്കാതെ ആർക്കും തൗഹീദ് നൽകില്ല, ഈമാൻ നൽകില്ല. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചവരെ മാത്രമേ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ അലിയാര് പറയുന്നത്, യുക്തിവാദികൾ വിചാരിച്ചാൽ ലോക ജനസംഖ്യയെ മുസ്ലിമാക്കി തീർക്കും. അപ്പം അള്ളാഹുവിനേക്കാളും കഴിവ് യുക്തിവാദികൾക്കുണ്ട് എന്ന് അലിയാർ സന്ദർഭവശാൽ പറയുന്നതിലൂടെ അയാളും അള്ളാഹുവിനെ തള്ളി പറയുകയാണ്. എങ്ങനെ? നിങ്ങൾ മുഴുവൻ മനുഷ്യരെയും മുസ്ലിം ആക്കിയിട്ടേ അടങ്ങും. ഇദ്ദേഹത്തിൻ്റെ ഉടയ തമ്പുരാൻ ജല്ല ജലാലുവ തആല പറയുന്നത് അയാൾ വിചാരിക്കാതെ ആരും മുസ്ലിം ആകില്ലെന്ന്. ഇയാൾ പറയുന്നതോ, അലി പറയുന്നത് യുക്തിവാദികളെ നിങ്ങൾ എല്ലാവരെയും മുസ്ലിം ആക്കി. എന്തൊരു കോൺട്രാഡിക്ഷനാണ്, വൈരുദ്ധ്യങ്ങളുടെ കലവറ, കമ്മട്ടമാണ് ഈ അലിയാർ ഉസ്താദും ഖുർആനും ഒക്കെ എന്ന് മനസ്സിലാക്കൂ സുഹൃത്തുക്കളെ. ഉപരിക്കടൽ എവിടെയാ മേഘം ജബ്ബാറേ? ജബ്ബാറിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. ആഴമുള്ള കടൽ, അതിന് മേലെ തിരമാല, അതിന് മേലെ തിരമാല, അതിനു മേലെ മേഘമെന്ന് പറഞ്ഞത് ജല്ല ജലാലുവ തആല ആണെങ്കിൽ ഈ ചോദ്യം ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്, നബിയോടാണ്, ജബ്ബാറിനോടല്ല. ജബ്ബാർ കയ്യിൽ നിന്നുണ്ടാക്കി പറഞ്ഞതേ അല്ല. 24-40 പറയുന്ന കാര്യം ജബ്ബാർ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. കള്ളത്തരം പറയുന്ന അക്ബറിന്റെ മുമ്പിൽ. ചതിയൻ, വഞ്ചകൻ, ഭ്രാന്തൻ, അന്ത്യക്കുറിക്കപ്പെടേണ്ടവൻ ആരാ? ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. ആകാശത്തെ ഉയർത്തിയവൻ ചിന്തിക്കൂ, ഞാൻ ആകാശത്തെ ഉയർത്തിയിരിക്കുന്നു, ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കാൻ വേണ്ടി മനുഷ്യനെ ഉദ്ഘോഷിച്ച ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് അവസാനം ആ 35 മിനിറ്റിൽ പറഞ്ഞാണ് അലിയാര് സായുജ്യമടയുന്നത്. അലിയാരെ, ആകാശത്തെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ കേവലം 3ാം ക്ലാസ് സയൻസ് അറിയാവുന്ന കുട്ടികൾ നിങ്ങളെ പരിഹസിക്കും, കളിയാക്കും.
ആ കളിയാക്കലാണ് നിങ്ങൾ വേണ്ട എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കളിയാക്കും ഉസ്താദേ. ആകാശമൊന്നുമില്ല എന്ന്, ഇല്ലാത്ത ഒന്നിനെ നിങ്ങൾ കാണാത്ത തൂണുകളാൽ ഉയർത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് വെച്ചു തന്നെ ചിന്തിക്കാം. ഓരോ ഖുർആൻ വാക്യവും അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവെന്ന് പറഞ്ഞ അലിയാരെ, ഡോങ്കിക്സോട്ടെ, സാങ്കോപെൻസ, ഇതു തന്നെ അള്ളാഹു ഇല്ല എന്നതിന് തെളിവാണ്. ആകാശം എന്നൊന്നില്ല, ഇല്ലാത്ത തൂണുകളാൽ അത് ഉയർത്തപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് ഈ വാക്ക് തന്നെ അള്ളാഹുവിനെ തള്ളിപ്പറയുമ്പോൾ ചിന്തിക്കൂ എന്ന പറഞ്ഞ വാക്കിനെ നിങ്ങൾ എടുക്കൂ, ചിന്തിച്ചു നോക്കൂ. ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. ഇനി ആകാശമെന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്, സൂര്യനാണ്, മറ്റുള്ള ഗ്രഹം അല്ല. പ്രപഞ്ചമെന്ന വാക്ക്, ദ യൂണിവേഴ്സ് എന്ന വാക്ക് ഖുർആനിൽ എവിടെയും ഇല്ല. നമ്മൾ കുറ്റം പറയുന്നില്ല 1400 വർഷം മുമ്പത്തെ, അതിന് മുമ്പത്തെ ആളുകൾക്ക് അറിയാമെങ്കിലും നബിയുടെ കാതിലെത്താത്തത് കൊണ്ട്, നബി പറയാത്തത് കൊണ്ട് അയാളെ കുറ്റം പറയുന്നില്ല നമ്മൾ. പക്ഷേ അതിപ്പം പാടി നടന്നാൽ അപഹാസ്യമാണ്, പരിഹാസരാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കണ്ടുപിടിക്കുന്നതനുസരിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നല്ലവന്മാരെ കാണുമ്പോൾ വാപ്പ എന്ന് മാറ്റി മാറ്റി വിളിച്ചുകൊണ്ടിരിക്കും. പിതൃശൂന്യന്മാർ എന്ന് പറയാൻ എന്ത് കണ്ടുപിടിക്കുമെന്ന് ഇപ്പം പറ. 2050 മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ കവച്ചു വയ്ക്കുന്ന റോബോട്ടുകൾ വരുമെന്ന് ശാസ്ത്രം ഇന്ന് ഏകദേശം ഊഹിക്കുന്നുണ്ട്. അതിലേക്ക് പോകും. അത്തരം എന്തെങ്കിലും 2100 വരുന്ന കാര്യം ഇപ്പം പറ. കാണുന്നതിന് മുമ്പ് അച്ഛ എന്ന് വിളിക്കൂ. കണ്ടവൻ്റെ നല്ല വേഷവിധാനം കണ്ടിട്ട് അച്ഛ എന്ന് വിളിക്കുന്ന ഈ പിതൃശൂന്യമായ പരിപാടി, ഇതൊന്നും ഖുർആൻ ഉദ്ദേശിച്ചിട്ടേയില്ല. ഇതൊന്നും വിശ്വാസികൾക്ക് ബാധകമേ അല്ല. ഈ ഉദരനിമിത്തം ബഹുഹൃദ വിഷം പൂണ്ടു നിൽക്കുന്ന ഈ വിദ്വാൻമാർ സാധാരണ ജനത്തെ പറ്റിച്ചുകൊണ്ട് അവരുടെ കയ്യടിയും പണവും നേടി സുഖിക്കാൻ ഇന്നോവ കാർ, AC, മറ്റു സൗകര്യങ്ങൾ, ഉടയാടുകൾ, എന്തിന് ചിലവന്മാർ മദ്യത്തെക്കുറിച്ച് ബ്രാൻഡ് വെച്ച് പറയുമ്പോൾ അറിയില്ല, സുഖിക്കാനും രമിക്കാനും നിങ്ങൾ സമൂഹത്തെ വഞ്ചിക്കുന്നത് നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഈ കളി വീണ്ടും വീണ്ടും തുടരേണ്ടി വരും. അലിയാരെ, നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞ ഓരോ വാക്യങ്ങൾ അതേ അർത്ഥത്തിൽ ഞങ്ങൾ തിരിച്ചു പറയില്ല. കാരണം നിങ്ങൾ ചതിയന്മാരാണ്, വഞ്ചകന്മാരാണ്. നിങ്ങൾക്ക് ചേരുന്ന വാക്ക് നിങ്ങളുടെ അന്ത്യം ഞങ്ങൾ കുറിക്കുമെന്നല്ല, നിങ്ങൾ സാമൂഹ്യ ദ്രോഹികൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.